ഞാൻ ആദ്യം എത്തുന്നത് മാധ്യമപ്രവർത്തകനായ കെ ഷാജിയിലേക്കാണ്. ഷാജി, ഈ അഭിമുഖം ഒരു വലിയ ചർച്ചാ വിഷയമായി വൈറലായി യൂട്യൂബിൽ പ്രചരിക്കുകയാണ്. പലരും ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. മലയാളിയുടെ ഒരു മാറുന്ന സദാചാര ബോധത്തെയാണോ ഇത് വ്യക്തമാക്കുന്നത്? ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ ശ്രീ ഷാജി ഈ അഭിമുഖത്തെ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ലൈംഗിക തൊഴിലാളികളുടെ ജീവിതവുമായിട്ട് സ്ത്രീ തൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്, പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ പുരുഷനായ ഒരു ലൈംഗിക തൊഴിലാളി അയാളുടെ ജീവിതം പറയുന്ന ഒരു സാഹചര്യം ഇതാദ്യമാണ്. അതുകൊണ്ട് തന്നെ ആവാം ഇതില് ഒരുപാട് വൈകാരികമായ ശ്രദ്ധ, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവുന്നു, ഒരുപാട് കാഴ്ചക്കാരുണ്ടാവും. അപ്പൊ ഇതിനെ നമ്മൾ ഒരു മോറൽ ജഡ്ജ്മെന്റ് നടത്താനോ അല്ലെങ്കിൽ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആളുകൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. പക്ഷേ നമ്മുടെ നിലനിൽക്കുന്ന സമൂഹത്തിലെ ഒരു മാറ്റങ്ങളുടെ ഒരു പ്രതീകമായിട്ട് അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റങ്ങൾ, വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, മനുഷ്യരുടെ മൂല്യബോധത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഇതെന്ന് നമുക്ക് ഉറച്ചു പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ഇതിനെ കുറച്ചുകൂടി ഡീപ്പർ ആവാമായിരുന്നു ഈ ചർച്ച അല്ലെങ്കിൽ അഭിമുഖം എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഈ തൊഴിലിലേക്ക് വരുന്ന ആളുകളുടെ ഒരു സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പശ്ചാത്തലം, അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന അവരുടെ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ സാമ്പത്തിക ലാഭത്തെക്കുറിച്ചും എക്കണോമിക് പ്രഷറിനെ കുറിച്ചും ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷെ ഇത് കുറെ കൂടി ഒരു സോഷ്യോളജിക്കലായിട്ട് ഇതിന്റെ ഒരു ട്രെൻഡിന്റെ പിന്നിൽ ഇതൊരു സംഭവം ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള ഇതിലേക്ക് ആളുകളെ തള്ളിവിടുന്നത് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ. കാരണം നമ്മളിപ്പോ പറയുന്നു കേരളം ഒരുപാട് പുരോഗതി നേടി, ആളുകളുടെ ജീവിത നിലവാരം ഉയർന്നു. അപ്പോൾ സാമ്പത്തികമായിട്ടല്ലെങ്കിൽ പിന്നെ എന്താണ് ഇവർ ഇതിലേക്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സോഷ്യോളജിക്കലായ ഒരു അന്വേഷണമാകാമായിരുന്നു. ഷാജി, അതിനപ്പുറത്ത് മറുവശത്ത് ഒരു കാര്യം ഇങ്ങനെ വരികയാണ്. സ്ത്രീകൾ ഇത്തരത്തിൽ ഉപഭോക്താക്കളായി മാറുന്നു. ഇത് ഒരുപക്ഷെ എനിക്കൊരല്പം അവിശ്വസനീയമായി തോന്നുന്നു. ഷാജി ഒരുപാട് യാത്ര ചെയ്യുകയും ഇത്തരം വിഷയങ്ങൾ സാമൂഹ്യ നിരീക്ഷണമൊക്കെ ഒരുപാട് നടത്തുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ഷാജി അത്ഭുതപ്പെടുത്തുന്നുണ്ടോ? എന്നിട്ട് ഒട്ടും അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം സ്ത്രീകളുടെ കാര്യത്തിൽ സ്ത്രീകളും ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സ്ത്രീയായാലും പുരുഷനായാലും മാറുന്ന കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ് മനുഷ്യരുടെ ഇടപെടലുകളും മനുഷ്യരുടെ വ്യക്തിപരമായ ചോദനകൾക്കനുസരിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുക. ഇന്ന് പണ്ടത്തെ ഒരു കാലമല്ല, ഒരു 10-15 കൊല്ലം മുമ്പുള്ള ഒരു അവസ്ഥയല്ല. മനുഷ്യർക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശരിയായാലും തെറ്റായാലും അത് ലഭ്യമാക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് സോഴ്സുകളുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ തങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളെ ബന്ധപ്പെടുകയും അത്തരക്കാരായ ക്ലയന്റുകളെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ. ഇതിനകത്തൊരു വലിയൊരു കാര്യം വെച്ചാൽ ഒരു ഉഭയകക്ഷി സമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് നിയമത്തിന്റെ മുന്നിൽ വലിയ കുറ്റകരമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് ആകെക്കൂടിയുള്ള ധാർമ്മികമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഈ ധാർമ്മികത തന്നെ വളരെ